ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള ശ്രോതാക്കളെ, ഇന്ന് ലോകമെമ്പാടും കുരുത്തോല തിരുനാൾ ആചരിക്കുകയാണ്. ഓശാന, ദാവീദിൻ്റെ പുത്രന് ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന. നമുക്കറിയാം, ഓശാന എന്നുള്ള പദത്തിൻ്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ്. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. രക്ഷ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമൂഹം, ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനമാണ് ഈ ഓശാന തിരുനാളിൽ അവർ നടത്തിയത്. മുമ്പിലും പിമ്പിലും നടന്നവർ ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിച്ചു, ഓശാന, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഭൗതികമായിട്ടുള്ള തലത്തിലും സാമൂഹികമായ തലങ്ങളിലുമൊക്കെ ഈ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവർ ഏറെയാണ്. എന്നാൽ ശാശ്വതമായിട്ടുള്ള രക്ഷയിലേക്ക് എത്തുന്നതിന് മുമ്പേ മരീചിക പോലെ അതെല്ലാം കടന്നു പോകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ കുരുത്തോല തിരുനാളിന് ഏറെ പ്രസക്തിയുള്ളത്. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, തീർച്ചയായിട്ടും ശാശ്വതമായിട്ടുള്ള രക്ഷ നിങ്ങൾക്ക് ലഭിക്കാനിടയായിട്ട് ഇടയാകും. എന്നാൽ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഹൃദയത്തിലെ സ്വാർത്ഥതയുടെ ചില്ലുകൊട്ടാരങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളയേണ്ടതായിട്ട് വരും. അപ്രകാരം സ്വാർത്ഥത ഉന്മൂലനം ചെയ്താലേ യഥാർത്ഥത്തിലുള്ള രക്ഷ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയുള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കഴിഞ്ഞ 27-ാം തീയതി പോൾ 6 ഹാളിൽ വെച്ച് റോമിലെ ഏതാനും ക്രൈസ്തവ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, മതാത്മകതയുടെ അംഗവിക്ഷേപങ്ങൾ നിങ്ങൾ പ്രകടമാക്കുമ്പോൾ നിസ്വാർത്ഥവും ആത്മാർത്ഥത നിറഞ്ഞതും പരസ്യവുമായിട്ടുള്ള മാനസാന്തരം ഉദ്ഘോഷിക്കണം. കർത്താവിനെ സ്വീകരിക്കുക, നന്മയെ ഉൾക്കൊള്ളുക. ഈശോ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവരാനാണ് ശിഷ്യരോട് കൽപ്പിച്ചത്. കാരണം എന്തെന്നോ, പരിപൂർണമായിട്ടുള്ള സമർപ്പണം ആവശ്യമാണ്. കഴുതയെ കഴുതക്കുട്ടിയിൽ നിന്ന് വേർതിരിച്ചാൽ അസ്വസ്ഥതയുണ്ടാകും. കഴുതക്കുട്ടിയെ കഴുതയിൽ നിന്ന് വേർതിരിച്ചാലും അസ്വസ്ഥതയുണ്ടാകും. അതുകൊണ്ടാണ് ഈശോ ശിഷ്യരോട് കൽപ്പിച്ചത് കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവരാനായിട്ട്. ശാശ്വതമായിട്ടുള്ള, സമ്പൂർണമായിട്ടുള്ള, സ്വസ്ഥമായിട്ടുള്ള ഒരു സമർപ്പണമാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ സമർപ്പണം നമ്മുടെ ജീവിതങ്ങളിൽ സാധ്യമാകാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിനെ സ്വീകരിക്കാൻ സന്നദ്ധമാകണം. സമാന്തര സുവിശേഷങ്ങളിലൊക്കെ വിവരിക്കുന്നൊരു കാര്യമുണ്ട്. ശിഷ്യരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ കഴുതയെയും കഴുതക്കുട്ടിയും അഴിക്കാനായിട്ട് പോകുമ്പോൾ അവർ തടസ്സം പറയുകയാണെങ്കിൽ അവയെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയണം. നമുക്കറിയാം, കഴുത മനുഷ്യ സമൂഹങ്ങളിൽ പരിഹസിതമായിട്ടുള്ള മൃഗമാണ്. ഈ നിസ്സാരമായിട്ടുള്ള മൃഗത്തെയാണ് കർത്താവ് തൻ്റെ യാത്രയ്ക്ക് വിജയശ്രീലാളിതനായിട്ട് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ വാഹനമായിട്ട് ഉപയോഗിച്ചത്. നിസ്സാരതകളിൽ കർത്താവ് കടന്നു വരുമ്പോൾ അത് അനുഗ്രഹമായി തീരും. നമ്മെക്കൊണ്ടും കർത്താവിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മ എത്ര നിസ്സാരനായാലും നമ്മെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ഈ ബോധ്യം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം.
ആ ജനക്കൂട്ടം എന്ത് ചെയ്തെന്നു? തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതയുടെ പുറത്ത് അതുപോലെ തന്നെ വഴികളിൽ വിരിച്ചു. വസ്ത്രങ്ങൾ വിരിക്കുക വ്യക്തിത്വത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രകടനമാണ്. അതുകൊണ്ടാണല്ലോ യൂദാസ് തൻ്റെ പുറകുപ്പായം ഉരിവെച്ച് ഗുരുവിനോടുള്ള സ്നേഹം മാറ്റിവെച്ചിട്ട് തൻ്റെ ശത്രുക്കളുടെ അടുത്തേക്ക് പോയത്, യേശുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് പോയത്. നന്മ കണ്ടെത്താനായിട്ട്, നന്മ ഉൾക്കൊള്ളാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വഴിയൊരുക്കാനായിട്ട് തയ്യാറാകണം. നമ്മുടെ സ്വാർത്ഥതയൊന്നും തടസ്സമായിട്ട് നിൽക്കരുത്. നമ്മുടെ അഹങ്കാരമൊന്നും തടസ്സമായിട്ട് നിൽക്കരുത്. കർത്താവിന് വഴിയൊരുക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവിടെ നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടെ അസ്തിത്വത്തിൻ്റെയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും പുറങ്കുപ്പായങ്ങളിൽ കർത്താവിന് സ്ഥാനം കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഓശാന പെരുന്നാൾ നമുക്ക് അനുഗ്രഹമായിത്തീരും. കുരുത്തോലയുടെ പച്ചപ്പ് മാറുന്നതിന് മുമ്പ് നമുക്കും നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ സ്വീകരിക്കാം. അങ്ങനെ ഈ കുരുത്തോല തിരുനാൾ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായിട്ട് മാറട്ടെ. എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ, കുരുത്തോല തിരുനാളിൻ്റെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.